ഭയങ്കര ചൂടാ പുറത്തിന്റെ പിന്നെ ഭയങ്കര ചൂടാ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെയൊക്കെ പോണ്. ഒരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോണ ഒരു ഫ്ലോയില്. ആക്ച്വലി ഉണ്ടല്ലോ ഒരു വ്യത്യാസമില്ല നിനക്ക്. പണ്ടുണ്ടായിരുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെ. ആണോ? കുറച്ച് ഭംഗി കൂട്ടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. താങ്ക് യു. നല്ല രസമുണ്ട്. എന്താ? ഇല്ല, ഞാൻ ഇതൊക്കെ ഇങ്ങനെ നോക്കുക. അതൊക്കെ പോട്ടെ. പിന്നെ ആദ്യ പരിപാടിയും പ്ലാനൊക്കെ എങ്ങനെ പോകുന്നു? ഞാൻ ഇവിടുന്ന് ഷിഫ്റ്റ് ആവാൻ പോവാണ്. സോ ഈ ഓഫീസ് അങ്ങോട്ട് കൊടുത്തിട്ട് ഷിഫ്റ്റ് ആവാന്ന് വിചാരിച്ചു. അതാണ് തീരുമാനം എടുത്തേക്കുന്നത്. എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. കയറി വന്നപ്പോഴുണ്ടല്ലോ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആണല്ലേ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ റൂംസും എല്ലാം കൊള്ളാം. ഞാനും കണ്ടു, എനിക്ക് അത്ര വലിയ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ട് അത് മൊത്തത്തില്. ആണല്ലേ? എനിക്ക് ഇങ്ങനെ നോക്കുമ്പോ ഭയങ്കര നെഗറ്റിവിറ്റിയാ, പക്ഷെ ഇങ്ങോട്ട് നോക്കുമ്പോ ഭയങ്കര പോസിറ്റിവിറ്റിയാ. കളർ മാറ്റിയാൽ മതി. അതൊക്കെ പോട്ടെ. എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇത് ഞാൻ എടുക്കായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എടുത്തോ? അല്ല, അത് നോക്കണം കേട്ടോ. നമ്മള് പേപ്പറെല്ലാം കറക്റ്റായിട്ട് വായിച്ചു നോക്കിട്ട്, അല്ലാണ്ട് എടുപടിയൊന്നും പറഞ്ഞ് നമ്മളൊന്നും ചെയ്തതിന് ശരിയാകത്തില്ല. അതെ, ഷീസ് മൈ ഫ്രണ്ട്. എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. എനിക്ക് എത്ര വർഷത്തെ പരിചയം ഉണ്ടെന്ന് അറിയോ? ഇങ്ങനെ ഞാൻ പറയുന്നില്ല, ഞാൻ സുബുവിന്റെ ഫ്രണ്ട്സിനെ പോലും ഒന്നും അല്ല എന്റെ ഫ്രണ്ട്സ്. എനിക്ക് മനസ്സിലായി. എനിക്കത് ഹെർട്ട് ചെയ്തിട്ടു. ആണല്ലേ? എന്നാ കുറച്ചേരം അങ്ങോട്ട് മാറിക്കാണെങ്കിൽ ഞങ്ങളുടെ പോസിറ്റിവിറ്റി കുറച്ചും കൂടെ ഞങ്ങൾക്ക് കൂട്ടായിരുന്നു. ശരിയാ. അല്ല, ഇത് എന്ത് തുടങ്ങാൻ നിങ്ങൾ ഉദ്ദേശിച്ചു? ചിലരെ തട്ടി മാറ്റുന്നുണ്ട് അല്ലേ? അതെ, ഞാനൊരു സിനിമാക്കാരനാട്ടോ. പറഞ്ഞു കൊടുത്തായിരുന്നു? ഇല്ല, ഞാൻ ആവശ്യമുള്ള കാര്യം മാത്രമേ പറഞ്ഞോളൂ. സിനിമയൊക്കെ ചെയ്യുന്ന ആളാട്ടോ. അതെ അതെ ഇല്ലാത്തോണ്ടാ. അതെ, ആർക്കും പരിചയമില്ല, തന്നെ പറയുന്നുള്ളൂ. അല്ല, ഇവിടെ എന്ത് തുടങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പറഞ്ഞില്ലല്ലോ. പ്രൊഡക്ഷൻ യൂണിറ്റ്. പ്രൊഡക്ഷൻ യൂണിറ്റാ? യെസ്. എന്താ? അല്ല, സുബുവിനോടൊന്നും പറഞ്ഞില്ലേ? സുബുവിനോട് വല്ലതും പറഞ്ഞായിരുന്നു? ഇത് ഞാനും സുബും കൂടെ എടുത്ത തീരുമാനം. പിന്നെ എല്ലാ കാര്യം അങ്ങോട്ട് പറയണമെന്നുണ്ടോ? കുറച്ച് നേരം ഒന്ന് അവിടെ പോയി കാറ്റ് കൊണ്ട്. ഇവിടെ ഭയങ്കര ചൂടല്ലേ? ശരിയാ, അവിടെ എ സി ഉണ്ടോ? അവിടെ എ സി ഉണ്ട്. ഓണാക്കോ അത്? ഓണാക്കി തരാം. ആണോ? എന്നാ ഞാനങ്ങോട്ട്. മൊത്തം പാരവയ്ക്കുന്ന ആൾക്കാരാ. സുബിന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഹലോ, എടാ സുബു. എടാ, നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. പിന്നെ ഇവിടെ ഇത് അവളെയാണ്ട് പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിട്ട് തുടങ്ങുന്ന നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണോ എന്ന് എനിക്കൊരു സംശയം. പ്രൊഡക്ഷൻ യൂണിറ്റോ? ഞാനറിയാതെ. എടേ, ഞാനിവിടെ വന്നപ്പോഴല്ലേ കാണുന്നത്. എടാ, നീ മനസ്സിലാക്കുന്നതൊക്കെ വേറെ കാര്യങ്ങളൊക്കെ എന്തോ. എന്നാലും വാലാടാന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് ശരിയാ. ചിലപ്പോ എനിക്ക് അവളങ്ങ് വലിയ ആളായി പോയി കഴിഞ്ഞാൽ നമ്മളെയൊക്കെ തട്ടിക്കളയും. അത് വേറെ കാര്യം. അതെ, പിന്നെ എടാ, അവക്ക് ഫണ്ടറൊക്കെ ഉണ്ടടാ. ഫണ്ടോ? എടാ, അവക്ക് വേണ്ടി കാശ് മുടക്കാൻ ആളുണ്ടെന്ന്. നീ ഒരു പണിക്കും പോകുന്നില്ലെന്നും പറഞ്ഞ് അവക്ക് ഇതൊക്കെ നടക്കും. നിന്റെ വില പോവും. എന്റെ വില പോയാ നടക്കും, പിന്നെ വിലയില്ല. പൂജ്യം പോയാ മറ്റേ പൂജ്യം വെട്ടി പോകുവേ. എന്നാ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് കേട്ടാ. എന്നാ ഒരു പണി അറിയാവുന്ന കുരുട്ട് കുത്തിയുണ്ട്, അതങ്ങനെ മുടക്ക്. എന്നാ നിന്റെ കാര്യം നടക്കണേ. നിനക്ക് ഇപ്പൊ എനിക്ക് വിലയുണ്ടല്ലേ? കാര്യം കടം കാലം പിടിക്കണം എന്നാണല്ലോ. അതുകൊണ്ടാ ഞാൻ നിന്റെ കൂടെ നിക്കുന്നത്. നീ കാല് പിടിക്കൊന്നും വേണ്ട. അപ്പൊ നീ കരുതിയാണെന്ന് സമ്മതിച്ചല്ലേ? നീ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ. മുടക്കാൻ പറ്റുമോ? നിനക്ക് മുടക്കണ? മുടക്കണന്ന് നീ കമ്പത്തി പറഞ്ഞ ബാലചരം കളിക്കാൻ നിനക്ക് പരിപാടി മുടക്കി തരാൻ പറ്റുമോ? അതെ, ഞാൻ സെറ്റാക്കി തരാം. നീ പേടിക്കണം. മുടക്കാനൊക്കെ നമുക്ക് എളുപ്പമല്ലേടാ. എന്തെങ്കിലും ഒരു കാര്യം നടത്താനല്ലേ ബുദ്ധിമുട്ട്. മുടക്കാൻ നമുക്ക് എന്ത് ബുദ്ധിമുട്ട്. വെച്ചിട്ട് കാര്യം മുടക്കടാ. എന്നാ ശരി. എന്നാ ശരി. ഇവിടെ സംസാരിക്കാൻ പറ്റത്തില്ല അധികം. ഓക്കെ. ഓക്കെ, ശരി. ഇതൊക്കെ എന്ത് കുട്ടിയുടെ പേരെന്തായിരുന്നു? എൻ്റെ പേര് സിവിലി. നല്ല പേര്. എന്തായിരുന്നു? അല്ല, ഞാൻ അത്യാവശ്യം സിനിമ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഓക്കെ. അപ്പം ശോഭനയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നും ഇല്ല. അത് കാരണം ഞാനങ്ങനെ കൂട്ടിന് വന്നേ ഉള്ളൂ. എന്താ പ്രശ്നം? പ്രശ്നങ്ങളില്ല. ഞാനിപ്പോൾ ഇങ്ങനെ കുട്ടിക്ക് സിനിമയിലൊക്കെ അഭിനയിക്കാൻ താല്പര്യമുള്ളതാണോ? എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കൊള്ളാം. അല്ല, നിങ്ങളെന്താ ഇത് വാടകയ്ക്ക് കൊടുക്കാന്ന് വിചാരിച്ചാൽ നഷ്ടത്തിലായിരുന്നല്ലേ? നഷ്ടത്തിലൊന്നുമില്ല. അല്ല, പക്ഷേ ഇവർക്ക് അത്ര വലിയ ബിസിനസ് ഒന്നും അറിയത്തൊന്നുമില്ല. ഈ ഫീൽഡിൽ തീരെ പരിചയമില്ലാത്ത ആൾക്കാരാണ്. ആർക്കും? ശോഭനയൊക്കെ എൻ്റെ കൂട്ടുകാരുടെ വൈഫാ. വേറെ എന്തെങ്കിലും? വേറൊന്നുമില്ല. അല്ല, കുട്ടി മാരീഡാണ്? ഞാൻ മാരീഡാണ്. ഞാൻ ഈ ബിസിനസ്സിൽ പുതിയ പാർട്ട്ണറെയൊക്കെ അന്വേഷിക്കുന്നുള്ളൂ കേട്ടോ.
അപ്പം സ്ഥിരമായിട്ട് നമുക്ക് വർക്കുകളൊക്കെ വരുന്നതാണല്ലോ. അപ്പം ഇതിങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരുപാട് ലാഭം ഉണ്ടാവും. ശരി. അപ്പം അല്ല, ബിസിനസ്സിൽ താല്പര്യമുണ്ടോ അങ്ങനെ പാർട്ട്ണർ ആവാനൊക്കെ? എനിക്ക് താല്പര്യമില്ല ആരുടെയും കൂടെ. ഒറ്റയടിക്ക് മറുപടി പറയുന്ന ഓർത്തില്ല. കുട്ടി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് ഇറ്റ് ദാറ്റ്. എക്സ്ക്യൂസ് മീ, ഐ ഹാവ് സം വർക്ക് ടു കംപ്ലീറ്റ്. ക്യാൻ ഐ ഡു? ഇല്ല, ഞാനൊന്നും കഴിച്ചില്ല. ഞാൻ ജസ്റ്റ് കഴിച്ചിട്ട് വരായിരുന്നു. എനിക്ക് നല്ലോണം വിശക്കണ്ടേ. അല്ല കൊള്ളാം. എന്നിട്ട് എന്തായി? എനിക്ക് ഇഷ്ടപ്പെട്ടു ആക്ച്വലി. നല്ലൊരു സ്പേസ് ആണ്. 2 വലിയ റൂമുണ്ട്. ശരിക്കും ഒരു 10 പേർക്കൊക്കെ ഒപ്പം ഇരുന്ന് പണിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്പേസ് ആൻഡ് ആംബിയൻസാ. വേറൊരു സ്പേസ് നോക്കണോ? വേണ്ട, ആക്ച്വലി നല്ലതാണ്. പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ക്യാബ് ഒന്നും പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ എംപ്ലോയീസിന്. ഒരുപാട് ഉള്ളിലാണോ അത്? അല്ല, ജസ്റ്റ് നമ്മുടെ ആ ടൗണില്ലേ, ആ 4 ജംഗ്ഷനിൽ നിന്ന് ഒന്ന് അകത്തേക്ക് ഒരു 2 സ്റ്റെപ്പ് നടന്ന നമ്മുടെ ഈ സംഭവമായി. തൊട്ടിപ്പുറത്ത് തന്നെ ബസ് സ്റ്റോപ്പും അതുപോലെ തന്നെ മൊത്തം ഓട്ടോ സ്റ്റാൻഡും എല്ലാം ഉണ്ട്. വേണേ നോക്കി എയർപോർട്ടിനടുത്തല്ലോ നോക്കാം. നമ്മ ആൾക്കാർക്ക് ഫ്ലൈറ്റിനൊന്ന് പോവാലോ. അത് നമുക്ക് ആക്ച്വലി 2ാമത്തെ ഒരു ബ്രാഞ്ച് ആയിട്ട് തുടങ്ങുന്ന രീതിയിൽ തുടങ്ങാം. ഇപ്പൊ ബീച്ചിനടുത്ത് നോക്കാം. അപ്പൊ കപ്പലിലൊന്ന് പോവാലോ. അത് എന്നെ കളിയാക്കണാണോ? അത് ചിന്തിക്കുമ്പോ അഡ്വാൻസിനെ ചിന്തിക്കണം. ഇനി വരും ആയിരിക്കുമല്ലോ. ഏത് പക്ഷെ ഇത് നല്ലത്. എനിക്ക് ഇവിടുത്തെ പെയിന്റിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ ഇനിയിപ്പോ വേറെ പെയിന്റ് അടിക്കണ്ടല്ലോ. ഞാൻ ലാഭം ഉണ്ടാക്കി തന്നില്ലേ? അതെ, ഇത് മതി. ഞാൻ എന്നാ എഗ്രിമെന്റ് സൈൻ ചെയ്താലോ? എന്നാ ശരി. ഓക്കെ ബൈ. സുഖ തോന്നി. അപ്പൊ എങ്ങനെയാ നമ്മുടെ പരിപാടികള്? ഓക്കെ, ഓഫീസൊക്കെ കണ്ടിട്ട് സാറ്റിസ്ഫൈഡ് അല്ലേ? എല്ലാം ഇഷ്ടപ്പെട്ടു. സുബുവിനോട് പറഞ്ഞപ്പോ സുബുവിനും ഇഷ്ടപ്പെട്ടു. പിന്നെ കൂടെ വന്ന ആള് ആരായിരുന്നു? നളിൻ ആക്ഷൻ ആണ്. അതന്നെ, സുബുവിന്റെ ഫ്രണ്ട്. എന്തേ? അയാൾ എനിക്ക് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. എന്തൊക്കെയോ ഒരു കുഴപ്പമുണ്ടല്ലോ. എന്ത് ചെയ്യാൻ? ഈ സുബു കാരണം സുബുവിനെ ഒറ്റയ്ക്ക് വിടില്ലെന്നേ. അതുകൊണ്ടാണ് ഈ നളിൻ ആക്ഷൻ്റെ കൂടെ പറഞ്ഞിട്ട് എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ഒപ്പിച്ചോ പുള്ളി? അയാള് ഭയങ്കര നെഗറ്റീവായിട്ട് എന്നോട് സംസാരിക്കുന്നത്. ഇറ്റ്സ് ടു ബാഡ്. ഇനി ഞാൻ കൊണ്ടുവരില്ല. എന്ത് ചെയ്യാനാ? എപ്പോഴും ഉണ്ടാവും ഇങ്ങനെ എന്തെങ്കിലും ഒരു തലവേദന എൻ്റെ കൂടെ ആയിട്ട്. വേറൊന്നും മോശമായിട്ട്. ഓക്കെ, ഞാൻ മാക്സിമം ഇഗ്നോർ ചെയ്ത് വിട്ടു. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. എന്ത് ചെയ്യാനാ? എൻ്റെ കൂടെ ഉള്ള എല്ലാം ഇങ്ങനെ തന്നെയാ. എടി, നീ എന്തിനാ ഈ ചുമ്മാ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ അവരുടെ പുറകെ തന്നെ ഉണ്ട്. എത്ര നേരമായി മനുഷ്യ ഞാൻ നിങ്ങളോട് പറയുന്നേ വേഗം ശരിയാക്കാൻ. നിനക്ക് എന്താ ഇത്രയ്ക്ക് നിർബന്ധം? ഒരുത്തൻ ഗതി പിടിക്കുന്നത് നിനക്ക് പറ്റാത്ത ഒരവസ്ഥയിലാണല്ലോ. നീ മറ്റേ ഡോക്ടറെ കാണിക്കേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. പറച്ചിൽ കേട്ടാ തോന്നുന്നു നിങ്ങളുടെ കൂട്ടുകാരെ രക്ഷപ്പെടുന്നത് കണ്ടാ നിങ്ങൾക്ക് സന്തോഷം. അതെനിക്ക് ഇഷ്ടമല്ല. എന്നാലും ഇങ്ങനെ ഉണ്ടോ ഒരു കുശുമ്പ്? അവളെങ്ങാണ്ട് രക്ഷപ്പെടാൻ പോകുന്നതിന് ഞാൻ പോയി മുടക്കണം. എന്നാ പിന്നെ നിനക്ക് വന്ന് മുടക്കിയാ പോരെ? വീട്ടിൽ ചോറ് വേണോ? വേണം, ഞാൻ വരാം. നോക്കട്ടെ. ഇത് മുടക്കാണ്ട് നിങ്ങൾ വീട്ടിൽ കയറാന്ന് വിചാരിക്കണ്ട. എടി, ഞാൻ അവരുടെ പുറകെ തന്നെ ഉണ്ട്. എടി, നമുക്ക് ജീവിക്കാനുള്ള സ്വത്തൊക്കെ ഉണ്ടല്ലോ. എടി, നമ്മൾ എന്തിനാടി ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നേ? എന്നെ കെട്ടിയ കാലം കൊണ്ട് ആ 2 സെന്റ് സ്ഥലം ഞാൻ കാണുന്നതാ. അത് ചെയ്യാത്ത കൃഷിയൊന്നുമില്ലല്ലോ. എന്നിട്ട് പച്ചപിടിച്ചിട്ടില്ലല്ലോ. ഈ എന്താ പാടി ഇത്? ഈ ശോഭന വെല്ലച്ചാതി രക്ഷപ്പെടുവാണെ നമുക്കും കൂടെ അല്ലേടി അതിന്റെ ഗുണം. മുടക്കാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ. ഞാൻ ഉണ്ട്. ഞാൻ അവരുടെ പുറകെ തന്നെ ഉണ്ട്. മുടക്കാം. എങ്ങനെയാലും മുടക്കാം. നോക്കട്ടെ. നീ ഇങ്ങനെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കില്ലേ? അവർക്ക് സംശയം വരും കേട്ടാ. ഓക്കെ ശരി. ശരി. എടാ നളിനെ, നീ എന്താ ഇവിടെ കിടന്നുറങ്ങുന്നേ? മുത്തോണത്തെ എവിടെ? എടാ, ഞാൻ അവിടെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോ കണ്ട് നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വരുന്നത്. ഞാൻ നിങ്ങളെ ഫോളോ ചെയ്ത് വന്നതല്ലേ ഇങ്ങോട്ട്. ഞാൻ ഈ ബുക്കങ്ങ് വായിച്ച് ഉറങ്ങിപ്പോയി. നീ എന്നെ ഇവിടെ കിടന്ന് ഉറങ്ങുന്നേ? അല്ല, ശോഭന ഈ ഓഫീസൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങ് പോയത്. നീ ശോഭന കാണുവാ? നോക്കണ്ടേ? ആണോ? എന്നിട്ട് എന്നെ എന്തോ ഇവിടെ പരിപാടി എന്നാ? എനിക്കറിയാൻ പാടില്ല. അവർക്ക് എന്തോ പ്രൊഡക്ഷൻ യൂണിറ്റ് ഏതാണ്ടൊക്കെ തുടങ്ങാനാന്നൊക്കെ പറയുന്നത്. എന്തോ പ്രൊഡക്ഷനാ? ഈ സിനിമയുടെ പരിപാടിയൊക്കെ തന്നെ. അത്രയ്ക്ക് കാശുണ്ടോ അവിടെ? ഏതൊരു ഫണ്ടറിനെ കിട്ടിയിട്ടുണ്ടെന്ന്. ഫണ്ടറൊക്കെ ഉണ്ടോ? ഫണ്ടറെന്ന് വെച്ചാൽ പൈസ മുടക്കുന്നവന്. അല്ല പിന്നെ. എടാ, ഇത് മറ്റേ സുബുവിനറിയാവോ? അവനാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അവനിതിലും വലിയ താല്പര്യമൊന്നുമില്ല. ഇതെന്താണ് ഫണ്ടർ? അതാരാണാവോ ഫണ്ടർ? പെണ്ണുങ്ങൾക്കൊക്കെ ഫണ്ടറൊക്കെ വരും. നമ്മളൊക്കെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ വേണ്ടി ആരെങ്കിലും കാശ് മുടക്കാൻ വരുമോ? ശരിയാ, അത് നീ പറഞ്ഞ വാസ്തവാ. ആണുങ്ങളെ ഇവിടെ ഒരുത്തനും കണ്ടുകൂടാ. പെണ്ണുങ്ങൾ എന്തിനു വിളിച്ചാലും ആളുണ്ട് ഇവിടെ. ഞാനും വന്നതിൽ വലിയ നഷ്ടമൊന്നും ഉണ്ടായില്ല ചേട്ടാ. അതിനാ
അകത്തൊരു പെണ്ണിരിപ്പുണ്ട്. പെണ്ണോ? അറിയാ പറ. നീ മുട്ടിയാ? ശോഭനയുടെ ഫ്രണ്ടാന്ന് പറഞ്ഞ് ചെന്ന് കണ്ടു നോക്ക്. ആണാ? ആ ഞാൻ കണ്ട്. ഞാൻ കല്യാണമൊക്കെ കഴിച്ചല്ലേടാ, മോശമല്ലേടാ? ആണോ? എന്നാ അവിടെ ഇരുന്നു, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയെങ്കിലും ഒന്ന് മുടങ്ങി കിട്ടിയാൽ മതിയായിരുന്നു. ഇങ്ങനെ എന്താണെങ്കിലും കുളവാക്കിക്കോളും, പേടിക്കണ്ട.